ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു ഇലയുടെ ഉണ്ടാക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന അറിയാമോ? അരിപ്പൊടി എടുത്ത് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക, പാകത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇലയിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ഇത് നമുക്ക് അരിപ്പൊടി കൊണ്ട് മാത്രമല്ല, എല്ലാ പൊടി കൊണ്ടും ഉണ്ടാക്കാം. റവ കൊണ്ടുണ്ടാക്കാം, മൈദ കൊണ്ടുണ്ടാക്കാം, പിന്നെ റാഗിപ്പൊടി കൊണ്ടുണ്ടാക്കാം, കൂവപ്പൊടി കൊണ്ടുണ്ടാക്കാം. എല്ലാ പൊടി കൊണ്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. കണ്ടോ, ഇലയിൽ ഇങ്ങനെ പരത്തിയിട്ട് കണ്ടോ. എന്നിട്ട് നമുക്ക് ആ പരത്തിയതിനകത്തേക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക. തേങ്ങയും ജീരകവും ഏലക്കായ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായയുടെ പൊടി. എന്നിട്ട് നമുക്കിങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് ഇല ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കുക. എന്നിട്ട് നമുക്ക് ആ വെന്തതങ്ങ് മാറ്റാം. നമുക്കെന്നിട്ട് ഇതങ്ങോട്ട് ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഇലയട. ഉണ്ടോ? നല്ല ചൂടോടെ വന്നാൽ കഴിച്ചിട്ട് പോകാം. ഇലയട ചുട്ടെടുത്തത്. എല്ലാവരും പുഴുങ്ങിയല്ലേ എടുക്കുന്നത്. നമുക്കൊന്ന് ചുട്ടെടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. ആ പുഴുങ്ങുന്നതിനേക്കാളും നല്ലതാണ്. പുഴുങ്ങുമ്പോൾ എല്ലാവർക്കും നെഞ്ചരിച്ചിലും ഒക്കെ ഉണ്ടാവും. ഇത് ഒരു നെഞ്ചരിച്ചിലും ഉണ്ടാവില്ല. ഇലയട എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. മറ്റേ എന്തോ ഒരു വെള്ളമൊക്കെ തിളച്ച് ആവിയൊക്കെ വെച്ച് വേണ്ട വേവാൻ. ഇതൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് അത് മറിച്ചിടാനായി. ഇനി ഒരു വശം കൂടെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. നല്ല സൂപ്പർ ഇലയട എല്ലാവരും ഉണ്ടാക്കി